ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതിയുടെ അശ്വിൻ്റെയും പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി വരുന്ന നിമിഷങ്ങൾ അല്ലെങ്കിൽ ഇനി വരുന്ന സീൻസൊക്കെ ശ്രുതിയും അശ്വിനും കൂടുതൽ അടുക്കുന്ന സീൻസാണ് കാണിക്കുന്നത്. അശ്വിൻ പഴയ പോലെ നല്ല ശ്രുതിയോട് കുറച്ച് സോഫ്റ്റായിട്ടും ശ്രുതിയോട് ഇഷ്ടമുള്ള പോലെയൊക്കെയാണ് അശ്വിൻ ഇനി വരുന്ന സീൻസിലൊക്കെ പെരുമാറുക. ഇനി വരുന്ന എപ്പിസോഡ്സിലൊക്കെ അശ്വിൻ അങ്ങനെയാണ് ശ്രുതിയോട് പെരുമാറുക. അപ്പോൾ അശ്വിന് ശ്രുതിയോട് ഇഷ്ടം തുടങ്ങി, പ്രണയം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രണയം എങ്ങനെയെങ്കിലും ശ്രുതിയോട് പറയാൻ കാത്തിരിക്കുന്ന നിമിഷത്തിലാണ് ശ്രുതി അശ്വിൻ്റെ മുറിയിലേക്ക് കയറി വരിക. അതൊരു വള എടുക്കാൻ വേണ്ടിയിട്ട്, പ്രീതിക്ക് വേണ്ടിയിട്ട് ഒരു വള എടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി അശ്വിൻ്റെ മുറിയിലേക്ക് വരിക. അപ്പോൾ അശ്വിൻ ഇത് കാണുന്നുണ്ട്. അശ്വിൻ പിടിച്ച് പിടിയാതെ പിന്നെ ശ്രുതിനെ വിടുന്നില്ല. അങ്ങനെ ശ്രുതിയുടെ ഷോളിലൊക്കെ പിടിച്ച് വലിച്ചിട്ട് കുറച്ച് സംസാരം, അവർ തമ്മിൽ കുറച്ച് സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അശ്വിൻ ശ്രുതിനെ അങ്ങനെ ഷോൾ കൊണ്ട് വലിച്ച് തൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ട് അശ്വിൻ ശ്രുതിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. അത് കൊടുക്കുമ്പോൾ തന്നെ ശ്രുതി ആകെ ഷോക്കാവുകയാണ്. അത് കഴിഞ്ഞിട്ട് അശ്വിൻ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് തന്ന ഈ ഉമ്മ എനിക്ക് തിരിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതൊക്കെ നിനക്കും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സമ്മതിക്കാം. നീ ബോൾഡാണ്, നീ ധൈര്യമുള്ള കുട്ടിയാണെന്നൊക്കെ ഞാൻ സമ്മതിക്കാമെന്നൊക്കെ പറയുകയാണ്. തമാശയ്ക്കാണ് അശ്വിൻ അങ്ങനെ പറയുന്നതെങ്കിലും അതിലൂടെ അശ്വിന് ശ്രുതിനെ ഇഷ്ടമാണെന്ന് കൂടി വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അശ്വിൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നീ എനിക്ക് തിരിച്ചു തന്നാൽ നിനക്ക് ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് പറ്റിയൊരു എതിരാളിയാണെന്ന് നീയെന്ന് ഞാൻ സമ്മതിക്കാം എന്നൊക്കെ ശ്രുതിയോട് അശ്വിൻ പറയുകയാണ്. അത് കേട്ടതും ശ്രുതി വേഗം ഓടിപ്പോവാണ് അവിടുന്ന്. എന്തൊക്കെ വന്നാലും ഇനിയിപ്പോൾ അശ്വിൻ്റെ മുന്നിൽ തോക്കേണ്ടി വന്നാലും അശ്വിൻ തന്നതുപോലെ അശ്വിന് ഉമ്മ കൊടുക്കാനൊന്നും ശ്രുതി എന്തായാലും തയ്യാറല്ല. ശ്രുതി അത് മനസ്സിൽ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അയാളുടെ മുന്നിൽ തോക്കാണെച്ചാലും അയാൾക്ക് ഉമ്മ കൊടുക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട്. അതിന് ശേഷം ശ്രുതി ആകെ ടെൻഷൻ അടിച്ചിട്ട് ആകെ മനസ്സിന് സുഖമില്ലാതെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് ഇവർ നോട്ടീസ് ചെയ്യുന്നുണ്ട്, എനിക്കയും അഞ്ജലിയും നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ആ അശ്വിനെ കണ്ടിട്ട് തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് അവളുടെ കവിളൊന്ന് ചെറുതായിട്ട് തൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവർ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അഞ്ജലിക്ക് ഒരു ചെറിയ ഡൗട്ടുണ്ട്. ഇവരിങ്ങനെ കയറിയും പാമ്പ് പോലെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഇടയിൽ ഒരു പ്രണയം ഉണ്ട് എന്നുള്ളത് അച്ചമ്മയ്ക്കും അഞ്ജലിക്കും കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. രണ്ടുപേരുടെ മനസ്സിൽ ശ്രുതിയും അശ്വിനും ഉണ്ട് എന്നുള്ളൊരു ചിന്ത രണ്ടുപേർക്കും, അഞ്ജലിക്കും മുത്തശ്ശിക്കും നേരത്തെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ അശ്വിൻ ശ്രുതിനെ കല്യാണം കഴിക്കുന്ന അവർ പ്രണയത്തിലാവുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾക്കാർ അഞ്ജലിയും മുത്തശ്ശിയായിരിക്കും. കാരണം ശ്രുതിനെ അഞ്ജലിക്കും മുത്തശ്ശിക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് അശ്വിൻ്റെ ഭാര്യയായിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവരായിരിക്കും. പക്ഷേ അശ്വിനും ശ്രുതിയും ആരെയും അറിയിക്കാണ്ട് കല്യാണം കഴിക്കുമ്പോൾ അതിലേറെ വിഷമിക്കുന്നതും ഇവർ രണ്ടുപേരും ആയിരുന്നു. അഞ്ജലിയും മുത്തശ്ശിയാണ് ഏറെ വിഷമിക്കുക. മുത്തശ്ശിക്ക് എന്നിട്ട് വയ്യാതെ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആരും ശ്രുതിനെ അങ്ങനെ മൈൻഡ് ചെയ്യാനോ ശ്രുതിയോട് ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലാണ് അടുത്ത എപ്പിസോഡ്സൊക്കെ വരുന്നത്. പക്ഷേ ശ്രുതിയുടെയും അശ്വിൻ്റെയും കല്യാണം അടുത്തൊന്നുമില്ല, കുറച്ചും കൂടി എപ്പിസോഡ്സ് കഴിഞ്ഞിട്ടേ ആ സീനൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. അതുവരെ പ്രീതിയുടെ കല്യാണത്തിൻ്റെ ഇടയിൽ ഇവർ കൂടുതലായിട്ട് അടുക്കും. പിന്നെ ശ്രുതിനെ അശ്വിൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കും. അശ്വിൻ കൂടുതൽ നന്നായിട്ട് ദേഷ്യമൊന്നും പെടാതെ ശ്രുതിയോട് സംസാരിക്കും. അങ്ങനത്തെ സീൻസൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. നല്ല നല്ല എപ്പിസോഡ്സാണ് വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്